നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ശിവദാസേ, എന്റെ പെങ്ങള് പറയുന്നത് അവളുടെ നിസ്സഹായാവസ്ഥയാണ്. ചില ട്രാപ്പിൽ പെട്ടുപോയെന്നും പറയുന്നു. അതിപ്പോഴും പൂർണ്ണമായി ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഞാൻ കേട്ടതും അറിഞ്ഞതും വെച്ച് നോക്കിയ ശിവദാസ് വളരെ കണ്ണിങ്ങായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അല്ല, എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനായിട്ട് ആർക്കും ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല. ദ്രോഹം അല്ലല്ലോ, സ്നേഹം. സ്നേഹം കൊണ്ട് ദ്രോഹിക്കല്ലേ. തന്നെക്കുറിച്ച് കുറച്ചധികം കാര്യങ്ങള് ചെവിയിൽ നിന്നും ചെവിയിലേക്ക് പകർന്ന് എന്റെ ഭാര്യയ്ക്ക് കിട്ടിയിരുന്നു. അവളത് എന്നോട് പറഞ്ഞപ്പോ ഇത്രയ്ക്കാവൂന്നൊന്നും വിചാരിച്ചില്ല. വേണ്ടിയിരുന്നില്ല ശിവദാസ്. ഇങ്ങനൊരു കല്യാണത്തിന് വേണ്ടി ഇവളെയും കുടുംബത്തെ ഇത്രയും നാണം കെടുത്തേണ്ടിയിരുന്നില്ല. ബാലേട്ടാ, അപ്പോ ഞാൻ പറഞ്ഞതൊന്നും വിശ്വാസമായിട്ടില്ല അല്ലേ? ചില കാര്യങ്ങൾ അപ്പാടെ വിഴുങ്ങാറില്ല ഞാൻ. ഇനി കുറച്ചെങ്കിലും വിശ്വസിച്ചു നോക്കിയ. എന്നാലും പേരുദോഷം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ബന്ധത്തിന് പോയ പെങ്ങളെ പഴയതുപോലെ കൂടപ്പുറപ്പായി സ്വീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അമ്മേന്റെ ബാലമാമനുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ബാലമാമ മോനെ? അവന് കുഴപ്പമൊന്നുമില്ല. റൂമിലേക്ക് മാറ്റി. കാലിന് പേടിച്ച പോലെ ഒന്നുമില്ല. പേടിച്ചതിന് കണക്കില്ല. ഇപ്പൊ സമാധാനായി. അലോകിന്റെ കാര്യത്തിൽ മാത്രമാണ് സമാധാനം. ബാക്കി എല്ലാരും ആവശ്യത്തിന് സമാധാനക്കേട് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഞങ്ങളൊന്ന് കയറി കണ്ടോട്ടെ ബാലമാമേ. നീ ഇത് അറിഞ്ഞിട്ട് വന്നാണ്? അതെ. വേറൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോ. ആദ്യം ഇവളുണ്ടാക്കിയ നാണക്കേട്, പിന്നെ നിങ്ങളുടെ അമ്മ. എന്ത് ചെയ്യാൻ, പെങ്ങളും മകളും കാരണം വഴിയിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഉള്ള സ്ഥലം വിറ്റ് ഞാനെങ്ങോട്ടെങ്കിലും പോവും. അത്രയും നാണക്കേട് മാറി കിട്ടുമല്ലോ. വന്ന ഉടനെ തന്നെ ബാലമാമന്റെ മുമ്പിൽ ചെന്ന് ചാടി. എങ്ങോട്ടെങ്കിലും പോട്ടെ, നമുക്കെന്താ? ഒരു ഗുണത്തിനും ഇല്ലാത്ത മനുഷ്യന് എല്ലാത്തിനും ദോഷം പറയുകയും ചെയ്യും. ആ, എന്തേലാവട്ടെ, നീ വാ, നമുക്ക് കയറി കാണാം. വലിയ വേദനയായിരിക്കും അല്ലേ ഏട്ടാ? ഇപ്പൊ കുറച്ചൊക്കെ സഹിക്കാം. നേരത്തെ സഹിക്കാൻ പറ്റില്ലായിരുന്നു. കാലിൽ കൂടി വേദന കയറി തലയിലേക്ക് വരുന്ന പോലെ. ഇതെങ്ങനെ പറ്റിയേട്ടാ? എന്റെ കയ്യിൽ നിന്ന് അപ്പാരറ്റൽസ് വീണ് പൊട്ടിയതാ, നേരെ കാലിലേക്ക്. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓ, ഇനി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇപ്പൊ അതെല്ലാം മാറുകയും ചെയ്തു. ഇനി കുറച്ച് നാൾ റെസ്റ്റ് എടുക്കണം. അത് കഴിയുമ്പോൾ എല്ലാം ശരിയാവും. എല്ലാം ഈശ്വരന്റെ അനുഗ്രഹം. ഈശ്വരനായിട്ട് പറഞ്ഞു വിട്ടതല്ലേ ശിവദാസ് സാറിനെ? ഞാനൊരു നിമിത്തം മാത്രമേ ഉള്ളൂ. മോൻ പെട്ടെന്ന് റിക്കവർ ആവും അല്ലേ മോളെ? പെട്ടെന്ന് ശരിയാവും. അച്ഛാ, നമുക്ക് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കണ്ടേ? പിന്നെ പ്രാർത്ഥിക്കണ്ടേ? എന്തോ ഒരു വഴിപാടുണ്ടല്ലോ, എന്താ അത്? ഏത്? ആയൂര്. മോളെ, അത് ആയൂരല്ല, ആയുരാരോഗ്യ സൗഖ്യത്തിനുള്ള വഴിപാട്. അങ്ങനെയാ പറയേണ്ടത്.
അത് ചെയ്യണം നമുക്കച്ചാ. ഉം, ഉം, ഉം. മോനെ ഇപ്പൊ മോന് കുഴപ്പമൊന്നുമില്ല. എല്ലാം ഈശ്വരാനുഗ്രഹം. കാല് ശരിയാവൂന്ന് ഡോക്ടർ പറഞ്ഞു. അമ്മയ്ക്കിപ്പൊ ആശ്വാസമായി. മോനെ സുഖമായ മോനെ. ഇതെന്തു പറ്റി? ഇങ്ങനെ കൈപ്പിഴയൊന്നും നിനക്ക് വരാറില്ലല്ലോ. അറിയാതെ അപ്പാരറ്റൽസ് വീണ് പൊട്ടിപ്പോയേട്ടാ. അറിയാതെയൊന്നും അല്ല, അവന്റെ മനസ്സ് പതറിപ്പോയി. കുട്ടിയല്ലേ? അന്നിത ഞങ്ങൾ ഒന്ന് ഇറങ്ങട്ടെ. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. മോനെ അങ്കിൾ ഇറങ്ങട്ടെ. ഏട്ടാ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ ഇനിയും വരാം. വാ. ശരി. കുറച്ച് ദിവസങ്ങളായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. വല്ലാത്ത ടെൻഷനിലാ നീ. എന്തു പറ്റി മോനെ? ഒന്നുമില്ലമ്മേ. അല്ല, എന്തോ ഉണ്ട്. നിന്റെ ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബിസിനസ്സിലൊന്നും ഒരു പ്രശ്നവുമില്ലമ്മേ. പിന്നെ പിന്നെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ ആകെ ടെൻഷനാവും. ഇവിടെ എന്ത് സ്വസ്ഥത കുറവാ? അല്ല, ശരണ്യായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവളൊരു പ്രശ്നക്കാരി അല്ലല്ലോ അമ്മേ. പ്രശ്നക്കാരിയായിരുന്നെങ്കിൽ അമ്മയെ അഞ്ചിതയായിട്ട് ഒത്തുപോകില്ലായിരുന്നല്ലോ. എന്തു പറഞ്ഞാലും അവസാനം എന്നെ അഞ്ചിതയല്ലേ നീ കുറ്റം പറയാറുള്ളൂ. ഞാൻ ആരുടെയും കുറ്റം കണ്ടെത്തി പറഞ്ഞല്ല, ഞാൻ കാണുന്നതല്ലേ പലതും. എന്ത് കണ്ടെന്നാ? പല കാര്യങ്ങളിലും കോംപ്രമൈസ് ചെയ്യണോ അമ്മേ? അങ്ങനെ ഇവിടെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ചെയ്യേണ്ട കാര്യത്തിനൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ശരണ്യയുടെ വീട്ടിൽ നടന്നതെല്ലാം കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ? എടാ, നിനക്കൊരു നാണക്കേടും തോന്നുന്നില്ലേ? പ്രശ്നങ്ങളുണ്ട്. ഓരോരുത്തരുടെയും ചോദ്യങ്ങൾക്ക് വ്യക്തമായൊരു ഉത്തരം പറയാൻ സാധിക്കുന്നില്ല. പിന്നെ ആലോചിക്കുമ്പോൾ ശരണ്യ എന്ത് പഠിച്ചു? അവളുടെ നിസ്സഹായ അവസ്ഥ കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? എന്തു മനസ്സിലാക്കാൻ? എടാ, ഒരു കാര്യത്തിനാണോ? എത്ര കാര്യത്തിനാ അവളുടെ വീട്ടുകാരൻ നമ്മളെ നാണം കെടുത്തിയത്? നിന്റെ കല്യാണ പന്തലിന്നല്ലേ അവളുടെ അനിയത്തെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയത്? എന്താ അത് അന്തസ്സുള്ള കാര്യാണോ?